പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചാണ്? ആമാശയം, പാൻക്രിയാസ്, കരൾ, ചെറുകുടൽ. ശരിയുത്തരം കരൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഗർഭിണികൾക്ക് നൽകുന്ന വാക്സിൻ ഏത്? പെൻഡ വാക്സിൻ, റൂബല്ല വാക്സിൻ, BCG ഇവയൊന്നുമല്ല. ശരിയുത്തരം റൂബെല്ല വാക്സിൻ. PPLOയുടെ പൂർണ്ണരൂപം? പ്ലൂറോ പ്ലൂട്ടോ ലൈക്ക് ഓർഗാനിസം, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം, പ്ലൂറോ പാർട്ട് ലൈക്ക് ഓർഗാനിസം ഇവയൊന്നുമല്ല. ശരിയുത്തരം പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലെ മടക്കുകൾക്ക് പറയുന്ന പേര്? ഓക്സിസോമുകൾ, റൈബോസോം, ക്രിസ്റ്റേ, ടോണോപ്ലാസ്റ്റ്. ശരിയുത്തരം ക്രിസ്റ്റേ. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ? അബ്സസിക് ആസിഡ്, ആക്സിൻ, ഗിബറലിൻ, സൈറ്റോകൈനിൻ. ശരിയുത്തരം ഓക്സിൻ. ഹ്രസ്വദൃഷ്ടി അതായത് മയോപിയ പരിഹരിക്കാനുള്ള ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, സിലിൻഡ്രിക്കൽ ലെൻസ് ഇവയൊന്നുമല്ല. ശരിയുത്തരം കോൺകേവ് ലെൻസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ്? ക്രേനിയം, സ്കാൽപ്പ്, പെരിയോസ്റ്റിയം, മെനിഞ്ചസ്. ശരിയുത്തരം മെനിഞ്ചസ്. കാഡ്മിയം മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗം താഴെ പറയുന്നതിൽ ഏതാണ്? ഡിസ്ലെക്സിയ, ഇറ്റായിറ്റായി, മിനാമത, ബ്ലാക്ക് ഫ്രൂട്ട് രോഗം. ശരിയുത്തരം ഇറ്റായിറ്റായി. ക്രെബ്സ് പരിവൃത്തി നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയ, കോശമർമ്മം, കോശദ്രവ്യം, കോശസ്തരങ്ങൾ. ശരിയുത്തരം മൈറ്റോകോൺട്രിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ജീനുകളെ വിളക്കിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത് ലീഗേസ് എന്ന എൻസൈമാണ്. മേൽ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ശരിയുത്തരം മേൽ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഹോളാൻഡ്രിക് ജീനുകൾ സ്ഥിതി ചെയ്യുന്നത്? എക്സ് ക്രോമസോം, Y ക്രോമസോം, ഓട്ടോസോം ഇവയിലൊന്നുമല്ല. ശരിയുത്തരം Y ക്രോമസോം. ഇലകളിലെ കോശങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സ്ഥലം ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്, അതായത് ഹരിതകം, മൈറ്റോകോൺട്രിയ, സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം. ശരിയുത്തരം ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകം. ശരീരകോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനം? ദ്വിവിഭജനം, ഊനഭംഗം, ക്രമഭംഗം, ഊനഭംഗവും ക്രമഭംഗവും. ശരിയുത്തരം ക്രമഭംഗം. പല്ലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? റെനോളജി, ഡെന്റോളജി, ഓഡന്റോളജി, ഓഡിയോളജി. ശരിയുത്തരം ഓഡന്റോളജി. എനർജി കറൻസി ഓഫ് സെൽ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ATP തന്മാത്രകൾ, മൈറ്റോകോൺട്രിയോൺ, റൈബോസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
ശരിയുത്തരം ATP തന്മാത്രകൾ. മനുഷ്യന്റെ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ ആവരണങ്ങളാണ് മെനിഞ്ചസ്, പ്ലൂറ പെരിയോസ്റ്റിയം, പെരിട്ടോണിയം. ശരിയുത്തരം പ്ലൂറ. ബീജസംയോജനം നടക്കാതെ അണ്ഡാശയങ്ങൾ ഫലങ്ങൾ ആയി മാറുന്ന പ്രക്രിയ ഫാലനോഫിലി ബീജാങ്കുരണം, പാർത്തനോകാർപ്പി ഡാർക്ക് റിയാക്ഷൻ. ശരിയുത്തരം പാർത്തനോകാർപ്പി. പൈനാപ്പിൾ ചെടികൾ ഒരേ സമയത്ത് പുഷ്പിക്കാൻ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഹോർമോൺ താഴുന്നതിൽ ഏതാണ്? എഥിലിൻ, ഓക്സിൻ, തൈമിൻ, ജിബ്രലിൻ. ശരിയുത്തരം എഥിലിൻ. കോശത്തിന്റെ ഏത് ഭാഗത്താണ് ഗ്ലൈക്കോളിസിസ് പ്രക്രിയ നടക്കുന്നത്? സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ശരിയുത്തരം സൈറ്റോപ്ലാസം. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് വിറ്റമിൻ B1, വിറ്റമിൻ B6, വിറ്റമിൻ B12, വിറ്റമിൻ B7. ശരിയുത്തരം വിറ്റമിൻ B12. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഒക്കിലോമോട്ടോർ നാഡി, സയാറ്റിക് നാഡി, വാഗസ് നാഡി, ട്രൈസെമിനൽ നാഡി. ശരിയുത്തരം വാഗസ് നാഡി. തൈറോക്സിസിന്റെ കുറവുമൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടനിസം, മിക്സഡിമ, ഗോയ്റ്റർ, അക്രോമെഗാലി. ശരിയുത്തരം ക്രെട്ടനിസം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് രചിച്ചത് ആരാണ്? വില്യം ജൊഹാൻസൺ, ഹ്യൂഗോ ഡിവീസ്, ജെയിംസ് വാട്സൺ, തോമസ് വാട്സൺ. ശരിയുത്തരം ജെയിംസ് വാട്സൺ. കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേര്? സൈറ്റോപ്ലാസം, പ്രോട്ടോപ്ലാസം, കോശഭിത്തി, പ്ലാസ്മ. ശരിയുത്തരം പ്രോട്ടോപ്ലാസം. കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം താഴെ പറയുന്നതിൽ ഏതാണ്? വിറ്റമിൻസ്, നാരുകൾ, ധാതുക്കൾ, പ്രോട്ടീൻ. ശരിയുത്തരം വിറ്റമിൻസ്. വിറ്റമിൻ എന്ന പദം ജീവകങ്ങൾക്ക് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്ക്, MG ഷ്ലീഡൻ, കാസിമർ ഫങ്ക്, വില്യം ജൊഹാൻസൺ. ശരിയുത്തരം കാസിമർ ഫങ്ക്. ജീവികളുടെ വർഗീകരണത്തെയും പേരുകൊടുക്കലിനെയും പറ്റിയുള്ള പഠനം താഴെ പറയുന്നതിൽ ഏതാണ്? ടാക്സോണമി, ഇക്യോളജി, എബ്രിയോളജി, സൈറ്റോളജി. ശരിയുത്തരം ടാക്സോണമി. സസ്യങ്ങളിലെ കാർബോഹൈഡ്രേറ്റുകൾ ഏത് രൂപത്തിലാണ് സംഭരിക്കുന്നത്? ഗ്ലൈക്കോജൻ, അന്നജം അതായത് സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, മാൾട്ടോസ്. ശരിയുത്തരം അന്നജം, സ്റ്റാർച്ച്. ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ മാത്രം തിരഞ്ഞെടുക്കുക. ശരിയുത്തരം 2, 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ലിംഗ ക്രോമസോമുകളിൽ ഒന്ന് കുറയുന്നത് മൂലമുണ്ടാകുന്ന പാരമ്പര്യ രോഗമാണ് ടെർണർ സിൻഡ്രോം. 2. വെളുത്ത രക്താണുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ. 3. ക്രോമസോം നമ്പർ 14-ലെ ജീനിന്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. 4. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11-ലെ ജീനിന്റെ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ശരിയുത്തരം 1, 3, 4.
ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.